നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട PSC മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ചോദ്യപേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അതിൽ ഡെയിലി ഷോർട്ട് കറണ്ട് അഫയേഴ്സും GKയും ഒക്കെ ഷോർട്ട് GKയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ലിസ്റ്റിൽ എന്താ തന്നിരിക്കുന്നത്? സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ലിസ്റ്റിൽ അവരുടെ പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കാം. ഡോക്ടർ പൽപ്പു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകുണ്ഠ സ്വാമികൾ പന്തി ഭോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ആദ്യത്തെ ആള് ഡോക്ടർ പൽപ്പു രണ്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോ ഇതില് രണ്ടിൽ ഏതോ ഒന്നാണ് ഉത്തരം. ഇനി B നോക്കൂ. B 4 ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ B 4 2 ഓപ്ഷനിലും അത് സെയിം ആണ്. വൈകുണ്ഠ സ്വാമികൾ പന്തി ഭോജനം, അത് ഓപ്ഷൻ D അല്ലേ വരുന്നത്. അപ്പൊ ഓപ്ഷൻ D ആണ് ഉത്തരം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം മലയാളി മെമ്മോറിയൽ തന്നെ എടുത്താലോ. മലയാളി മെമ്മോറിയൽ വർഷം ഏതാണ്? 1891 ജനുവരി മാസം 1. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എന്നാ സമർപ്പിച്ചത്? 1891 ജനുവരി മാസം 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന്റെ ആദ്യത്തെ ഒപ്പുകാരൻ ആരാണ്? KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതും ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? T രാമറാവു ആയിരുന്നു. T രാമറാവു. ഓർക്കുക. മലയാളി മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്ന് ചോദിച്ചാൽ 1028 പേരാണ് ഒപ്പുവെച്ചത്. എത്ര പേരാണ് ഒപ്പുവെച്ചത്? 1028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. ഇതിന്റെ 3ാമത്തെ ഒപ്പുകാരൻ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഡോക്ടർ പൽപ്പു ആണ് 3ാമത്തെ ഒപ്പുകാരൻ. ഓക്കെ, ഇനി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട CV രാമൻ പിള്ള ഒരു പുസ്തകം രചിച്ചിരുന്നു. ആ പുസ്തകത്തിന്റെ പേരെന്താ? വിദേശീയ മേധാവിത്വം. അപ്പൊ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് CV രാമൻ പിള്ള രചിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? വിദേശീയ മേധാവിത്വം എന്നതാണ്. വിദേശീയ മേധാവിത്വം. ഓക്കെ, ഇനി ഈഴവ മെമ്മോറിയൽ നോക്കിയാലോ. വർഷം ഏതാണ്? 1896 സെപ്റ്റംബർ മാസം 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയലും ആർക്ക് തന്നെയാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അപ്പൊ തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് ഏത്? ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്ന് ചോദിച്ചാൽ 13,176 പേരാണ് ഒപ്പുവെച്ചത്. 13,176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയൽ എത്രയെന്ന് പറഞ്ഞു? 1028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. ഈഴവ മെമ്മോറിയൽ 13,176 പേർ. ഇനി 2ാം ഈഴവ മെമ്മോറിയൽ ഉണ്ടായി. 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷം? 1900. ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് പറഞ്ഞു? T രാമറാവു ആണെന്ന് പറഞ്ഞു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1986 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേക സവിശേഷതകൾ? ആദ്യത്തേത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ശരിയാണ്. 1986 പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേക സവിശേഷത തന്നെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടി ഒരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. അപ്പോൾ ഏത് സർക്കാരിന്റെ കാലത്താണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്താണ്. ഇനി കുട്ടിക്കാലത്തെ പരിചരണവും വിദ്യാഭ്യാസവും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേക സവിശേഷതയായിരുന്നു. ജോലിയിൽ നിന്നും ബിരുദം വേർപെടുത്തുന്നു, പഠനത്തിന്റെ അടിസ്ഥാന തലങ്ങൾ. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ശരിയാണ്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രധാന സവിശേഷതകൾ: MLL എന്നാൽ കുറഞ്ഞ പഠന നിലവാരം, മഹിളാ സമഖ്യ പ്രോഗ്രാം, നവോദയ സ്കൂളുകൾ, മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, പ്രവർത്തനപരമായ സാക്ഷരത, ഇവയൊക്കെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ സവിശേഷതകളായിരുന്നു. അപ്പോ ഇതിന് പ്രകാരം നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഈ നവോദയ വിദ്യാലയങ്ങൾ എന്നാൽ എന്താണ്? ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിച്ച സ്കൂളുകളാണ് നവോദയ സ്കൂളുകൾ അഥവാ നവോദയ വിദ്യാലയങ്ങൾ. അതും കഴിഞ്ഞിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന വിദ്യാഭ്യാസ നയം ഏതാണ്? 2020 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അപ്പൊ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ഡേറ്റ് എന്ന 2020 ജൂലൈ മാസം 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലഭിച്ചത്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവസാന കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ കെ കസ്തൂരി രംഗനാണ് ഈ സമിതിയുടെ അധ്യക്ഷനായിരുന്നത്. 2020 വിദ്യാഭ്യാസ നയം പ്രകാരമുള്ള വിദ്യാഭ്യാസ ഘടന റിപ്പീറ്റിംഗ് ചോദ്യമാണ്. 5+3+3+4 എന്നതാണ് വിദ്യാഭ്യാസ ഘടന. 1986 പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് വിദ്യാഭ്യാസ ഘടന എന്താണെന്ന് ചോദിച്ചാൽ 10+2+3 ആണ്. 10+2+3 2020 ഘടനയനുസരിച്ച് വിദ്യാഭ്യാസ നയം അനുസരിച്ച് വിദ്യാഭ്യാസ ഘടന 5+3+3+4. 1968 ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു. അതനുസരിച്ച് വിദ്യാഭ്യാസ ഘടന ഈ സെയിം തന്നെയാണ്. 10+2+3 തന്നെയാണ്. 10+2+3. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. താഴെ പറയുന്നവ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ, അഹമ്മദാബാദ് മിൽ സമരം, മിൽ സ്ട്രൈക്ക്, ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ കറക്റ്റ് ആയിട്ട് എങ്ങനെ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കാം? ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തേത്, വർഷം 1917. രണ്ടാമത്തേത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, വർഷം 1918. മൂന്നാമത്തേത് സൈമൺ കമ്മീഷൻ, വർഷം 1927. 27 ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യയിൽ എത്തിയത് 28. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, വർഷം 1942. അപ്പൊ 1927 സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് അയച്ചത്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷന് നേരെ ഉയർന്നു വന്ന മുദ്രാവാക്യം എന്താണ്? സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ അംഗീകരിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തത് കൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത്. അപ്പൊ സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? 1927 നിയമിച്ചത് സ്റ്റാൻലി ബോൾഡ്വിൻ ആണ് സൈമൺ കമ്മീഷനെ നിയമിച്ചത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ഡേറ്റ് എന്ന 1928. ഡേറ്റ് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 3 ആണ്. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്.
സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്നതിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്. ആരാണ് അദ്ദേഹം? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ സൈമൺ കമ്മീഷനെ നിയമിച്ച വർഷം ചോദിച്ചാൽ 1927, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം ചോദിച്ചാൽ 1928. അപ്പോ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 4, 3, 2, 1 എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. രചയിതാവും കൃതിയുമാണ്. ശരിയായി എങ്ങനെ യോജിപ്പിക്കാമെന്ന് നോക്കാം. CV രാമൻ പിള്ള. CV രാമൻ പിള്ളയുടെ കൃതിയാണ് രാമരാജ ബഹദൂർ. ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന ചന്തുമേനോൻ, ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ഏത്? ഇന്ദുലേഖ. P ശങ്കുണ്ണി മേനോൻ, കൃതി ഏതാ? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഇളംകുളം കുഞ്ഞൻ പിള്ള, കൃതി ഏതാ? ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഇളംകുളം കുഞ്ഞൻ പിള്ള, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. ഇളംകുളം PN കുഞ്ഞൻ പിള്ള, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? കൂടുതലും ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ. രണ്ടാമത്തേത് കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ. കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ. അടുത്തത് ചില കേരള ചരിത്ര പ്രശ്നങ്ങൾ. അടുത്തത് അന്നത്തെ കേരളം. ചില കേരള ചരിത്ര പ്രശ്നങ്ങൾ, ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ, അന്നത്തെ കേരളം, കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ. ഇതൊക്കെ ആരുടെ കൃതിയാണ്? ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ ചരിത്ര കൃതികളാണെന്ന് ഓർക്കുക. CV രാമൻ പിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ധർമ്മരാജ, രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ. ഇവയൊക്കെ ആരുടെ കൃതികളാണ്? CV രാമൻ പിള്ളയുടെ കൃതികളാണ്. ഒയ്യാരത്ത് ചന്തുമേനോന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇന്ദുലേഖ. മറ്റൊരു കൃതിയുണ്ടല്ലോ, ശാരദ. ഈ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന്റെ അപൂർണ കൃതി, അത് മുഴുമിപ്പിച്ചിട്ടില്ല. ശാരദ എന്ന കൃതി ഇദ്ദേഹം മുഴുമിപ്പിച്ചിട്ടില്ല. അപ്പൊ അപൂർണ കൃതി, ചന്തുമേനോന്റെ അപൂർണ കൃതിയാണ് ഏത്? ശാരദ എന്നത്. ശാരദ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? സാഴ്സുകളുടെ ഏകാധിപത്യ ഭരണം, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം. ഇവ രണ്ടുമാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സ്റ്റാമ്പ് ആക്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനു മുന്നേ സാർ എന്നാൽ ആരാണ്? റഷ്യൻ ഭരണാധികാരികൾ. TSAR, അതാണ് സാർ. ഓക്കെ, ടി സൈലന്റ് ആണ്. സാറുകൾ എന്നാൽ റഷ്യൻ ഭരണാധികാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാർ ചക്രവർത്തിമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സാഴ്സുകളുടെ ഏകാധിപത്യ ഭരണം നിലനിന്നിരുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. റഷ്യ. ഫെബ്രുവരി വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിവ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജോൺ റീഡ് ആണ്. അപ്പൊ റീഡ് ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ഏത്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് ഓർത്താൽ മതി. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജോൺ റീഡ് ആണ്. ഈ ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കി ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി. ഈ ചലച്ചിത്രത്തിന്റെ പേരെന്താ? ബാറ്റിൽഷിപ്പ് പോട്ടംകീൻ എന്ന ചിത്രം ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സംവിധാനം ആരാണ് എന്ന് ചോദിച്ചാൽ സെർഗി ഐസൻസ്റ്റീൻ ആണ്. റഷ്യൻ വിപ്ലവം ആരംഭിച്ച വർഷം 1917. ഇനി ഫാദർ ഗാപ്പോൺ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫാദർ ഗാപ്പോൺ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യൻ തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ആ സഭയുടെ പേരെന്താ? ദ്യൂമ എന്നതാണ്. ദ്യൂമ. ഓർക്കുക. ഒക്ടോബർ വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒക്ടോബർ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് കെറൻസ്കി ഗവൺമെന്റിന് അധികാരം നഷ്ടപ്പെട്ട സംഭവമാണ് ഏത്? ഒക്ടോബർ വിപ്ലവം. എന്താണ് ഫെബ്രുവരി വിപ്ലവം? റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ചുമതലയേൽക്കുകയും ചെയ്ത സംഭവമാണ് ഏത്? ഫെബ്രുവരി വിപ്ലവം. അപ്പൊ റഷ്യൻ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ചോദ്യം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ഗിൽബർട്ട് എഫ് ഹോങ്ബോ.
ഗിൽബർട്ട് എഫ് ഹോങ്ബോ ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ. ഇദ്ദേഹം 2022 സ്ഥാനമേറ്റത്. 2022. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവയാണ് ILOയുടെ ആസ്ഥാനം. ILO രൂപീകരിക്കാൻ കാരണമായ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി ഏതാണ്? വേഴ്സായി സന്ധിയാണ്. വേഴ്സായി സന്ധി. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ILO രൂപീകൃതമായ വർഷം 1919. 1919 ILO രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ പർവ്വതനിരകളും പർവ്വത ചുരങ്ങളുമാണ് തന്നിരിക്കുന്നത്. മഹാഹിമാലയം സോജില ചുരം, പീർ പഞ്ചൽ ബെനിഹാൾ ചുരം, സസ്കർ ഫോർട്ടുല ചുരം, ലഡാക്ക് ഖാർദുംഗ്ല ചുരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. സോജില ചുരം ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന ചുരം ഏത്? ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ സോജില ചുരമാണ്. സോജില ചുരം. പീർ പഞ്ചൽ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാ? റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരമാണ് പീർ പഞ്ചൽ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം. സോജില ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയ പാത ഏതാ? NH1 ആണ് സോജില ചുരത്തിൽ കൂടി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ചുരം ഏതാ? ഷിപ്കില ചുരം. ഷിപ്കില ചുരത്തിലൂടെയാണ് സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബിയാസ് നദി ഉത്ഭവിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരം. റോഹ്താങ് ചുരമാണ്. ഇന്ത്യ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാ? ലിബുലേഹ് ചുരമാണ്. ലിബുലേഹ് ചുരം. ഓർക്കുക. കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബെനിഹാൾ ചുരമാണ്. ബെനിഹാൾ ചുരമാണ് കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ബെനിഹാൾ ചുരം. ബെനിഹാൾ ചുരം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, എല്ലാ ക്ലാസ്സും കയറി കണ്ടോണം. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഒന്നും മിസ് ചെയ്യരുത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിന്റെ പരീക്ഷ ഹർഷിതം എജ്യൂടെക് ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.